വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാർ ആവശ്യമായ സഹായം നൽകുന്നില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു പറയുന്നത്. ആ പരാതി ഉന്നയിക്കുന്ന സർക്കാരിന് ഇന്ന് ഹൈക്കോടതിയിൽ കൃത്യമായ കണക്കുകൾ നൽകാൻ കഴിഞ്ഞില്ല എന്നതാണ് വിരോധാഭാസം. ഇന്ന് SDRF ഫണ്ടിൽ എത്ര രൂപയുണ്ട് എന്ന ചോദ്യമാണ് കോടതി ആദ്യമായി ഉയർത്തിയത്. 677 കോടി രൂപ ഇപ്പോഴുണ്ട് എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകനും ഫിനാൻഷ്യൽ ഓഫീസറും അറിയിച്ചു. ആ 677 കോടി രൂപയിൽ എത്ര രൂപ നിങ്ങൾക്ക് വയനാട് പുനരധിവാസത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്നതായിരുന്നു കോടതിയുടെ അടുത്ത ചോദ്യം. എന്നാൽ അതിന് കൃത്യമായ മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല. അവിടെയാണ് പിഴച്ചത്. കാരണം കേന്ദ്ര സർക്കാർ ഈ ദുരന്തത്തിന് ശേഷം 2 ഗഡുക്കളായി 291 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട് എന്ന് കോടതി അറിയിച്ചു. അതിനുശേഷം ഇപ്പോൾ സംസ്ഥാനത്തിന്റെ കൈവശമുള്ള പണത്തിൽ നിന്ന് എത്ര രൂപ വയനാട്ടിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയുമെന്നതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിന് 2 ദിവസത്തെ സമയമാണ് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടത്. അവിടെയാണ് കോടതിയുടെ കടുത്ത വിമർശനമുണ്ടായത്. നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നത്? പണം ആവശ്യമുള്ളവൻ കൃത്യമായ കണക്ക് നൽകിയാൽ മാത്രമേ പണം നൽകേണ്ടവൻ നൽകുകയുള്ളൂ. അതായത് കേന്ദ്ര സർക്കാർ പണം നൽകണമെങ്കിൽ അവർക്ക് അതിനുള്ള കൃത്യമായ കണക്ക് നൽകാൻ കഴിയണം. ഇവിടെ സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തിയത്. രൂക്ഷമായ വിമർശനങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാൻ കഴിയുന്നില്ല? അത് കൃത്യമായും കോടതി മുമ്പാകെ പറയാൻ കഴിയുന്നില്ല. ഇവിടെ ഫിനാൻഷ്യൽ ഓഫീസർ എത്തിയിട്ട് പോലും അതിന് വ്യക്തത വരുത്താൻ കഴിയുന്നില്ല. കൃത്യമായ ഓഡിറ്റിംഗ് നടക്കുന്നില്ല. ഓഡിറ്റ് റിപ്പോർട്ടില്ല. ഇങ്ങനെ നീളുന്നു ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനങ്ങൾ. ഈ ഹൈക്കോടതി വിമർശനങ്ങളെ കേന്ദ്ര സർക്കാർ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് 291 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കൈവശം 677 കോടി രൂപയുണ്ട്. അത് വിനിയോഗിക്കണം. അത് വിനിയോഗിക്കാതെ കേന്ദ്ര സർക്കാരിനോട് സഹായം ആവശ്യപ്പെടുന്നതിൽ അർത്ഥമില്ല. ഇനി അടുത്തയാഴ്ച കണക്കുമായി എത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന് എന്തു പറയാനുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള കൂടുതൽ സഹായം ലഭിക്കുന്നതിലെ നടപടികൾ.